ഈ ഡിസ്കഷനിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ഇന്ത്യ പഠനത്തിന് അംബേദ്കറിൻ്റെ സ്റ്റഡീസ് ഒരു മാതൃകയാണോ എന്നോ. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് അതിനും മറുപടി പറഞ്ഞില്ല. വേറെ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് ഈ ഡിസ്കഷനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നൊരു അപ്രോച്ചാണത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി നമ്മൾ മറുപടി പറയുക, അത് വിശദീകരിക്കുക, ആ സംശയങ്ങൾ ഉന്നയിക്കുക, ഡിസ്കസ് ചെയ്യുക, പൊസിഷൻ പറയുക. അതായിരിക്കണം ഒരു അപ്രോച്ചായിട്ട് എടുക്കേണ്ടത് ഇതുപോലൊരു ഡിസ്കഷൻ. എന്നിട്ട് നമ്മളൊരു കാര്യം അറിയണം. എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് ഇവിടെ പറയാം, 50 മുതൽ യൂണിവേഴ്സിറ്റികളിലൊന്നും അംബേദ്കറെ ആരും പഠിച്ചിട്ടില്ല. അദ്ദേഹം അതൊന്ന് പുനഃപരിശോധിക്കണം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചില്ല എന്ന ചോദ്യം, വിവാദകരമായ കുറേ പരാമർശങ്ങൾ ശ്രീജിത്ത് നടത്തുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതിൻ്റെ വേദി ഇതല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം 2 ഊഴങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല, ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഞാനതിൽ നിരാശനാണ്. ഇതല്ല അതിന് വേദി. പിന്നെ ഏത് വേദി? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്നതാണ് ചോദ്യം. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. 1950-കൾ മുതൽ അംബേദ്കറെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുവെന്നല്ല ഞാൻ പറഞ്ഞത്. 1950-കൾ മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അംബേദ്കറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഭരണഘടന പഠിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകൾ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ, സംവരണം ചോദിക്കുന്നില്ല, സമയം മതി, സംവരണം വേണ്ട, സമയം മതി. നോക്കൂ, വളരെ ലളിത. സംവരണം മോശമാണോ? അല്ല, കൂവുന്ന എന്തിനാ? കേക്കൂ, എനിക്ക് സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നില്ല. ഒന്നുകുട്ടി, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഒപ്പീനിയൻ പറയാനല്ല, അതൊന്ന് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് ഒപ്പീനിയൻ പാസ് ചെയ്യാനല്ല, കൺക്ലൂഷൻ ആണ്. ഒന്നാമത്തെ കാര്യം, മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, മനോരമ നിങ്ങളുടെ അപ്പോളജിയിൽ we can discuss outside. Please we can I totally agree. Otherwise it will be far-fetched. Thank you. Please.